ഒറ്റക്കെട്ടായാണ് ഇന്ത്യ മുന്നണി രാജസ്ഥാനിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന് സീറ്റ് വരെ നൽകിയിരിക്കുന്നു. അതായത് കോൺഗ്രസ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 2009 ആവർത്തിക്കും എന്ന് തന്നെയാണ് അശോക് ഗെഹ്ലോട്ടും അതുപോലെ സച്ചിൻ പൈലറ്റും പറയുന്നത്. 2009 സ്ഥിതി നമുക്കറിയാം. 25-ൽ 21 സീറ്റും കോൺഗ്രസിന്റെ പക്കലായിരുന്നു. എന്നാൽ 2014-ലും 2019-ലും 25 സീറ്റുകളും നഷ്ടമായി. തൂത്തുവാരലാണ് BJP നടത്തിയത്. ഇക്കുറി പക്ഷേ ആ സംഭവങ്ങളൊന്നും നടക്കില്ല എന്നും 2009 ആവർത്തിക്കാൻ പോവുകയാണെന്നും അശോക് ഗെഹ്ലോട്ട് പറഞ്ഞു. രണ്ടുപേരും, അതായത് അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും ലോക്സഭാ പോരാട്ടം നടത്തും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും അവരവരുടേതായ മണ്ഡലങ്ങളിൽ അതിശക്തമായി വിജയിച്ചു കയറിയവരാണ്. സച്ചിൻ പൈലറ്റ് ടോങ്ക് മണ്ഡലത്തിൽ നിന്നും 30,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് സർദാർപുര മണ്ഡലത്തിലും ജയിച്ചിരുന്നു. ഇരുവർക്കിടയിലെയും പടലപ്പിടക്കമാണ് കോൺഗ്രസിൽ ഒരു പരിധിവരെ തമ്മിലടിക്ക് കാരണമായത്. എന്നാൽ അത് മുതലെടുക്കാൻ BJPയെ കൊണ്ട് നല്ല വിധത്തിലായോ എന്ന് ചോദിച്ചാൽ ഇല്ല. മാറി മാറി വരുന്ന സർക്കാരാണ് രാജസ്ഥാനിൽ സ്ഥിരമായി അവിടെ ഭരണം കൈയാളുന്നത്. അതുകൊണ്ട് BJPക്ക് കിട്ടിയ ഊഴമായിരുന്നു ഇത്തവണത്തേത്. എന്നാൽ അതിന് അധിക ആയുസില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭജൻലാൽ സർക്കാർ എപ്പോൾ വേണമെങ്കിലും താഴെ വീണേക്കാം. അതിനകത്തുള്ള നിരവധി MLA-മാർ കൂറുമാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് രാഷ്ട്രീയ ചിന്തകൾ മാറുന്നത്. ഭജൻലാൽ സർക്കാരിലെ ഒരു വകുപ്പ് മന്ത്രി ഇത്തവണ പരാജിതനായി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം പരാജിതനായത്. അധികാരം നഷ്ടപ്പെട്ടെങ്കിലും ഒരു കാര്യം അശോക് ഗെഹ്ലോട്ട് ജനങ്ങളോട് പറഞ്ഞു: വൈകാതെ തന്നെ കോൺഗ്രസ് വീണ്ടും മന്ത്രിസഭ ഉണ്ടാക്കി തിരിച്ചു വരും. തിരിച്ചടികൾ ഞങ്ങൾക്ക് പുത്തരിയല്ല, പക്ഷേ ഇന്ത്യ രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നിതാന്തമായ പോരാട്ടം ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്നില്ല. അതൊരു രീതിയിലും ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്നില്ല. ജനങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം. അതിന് എത്രത്തോളം കരുത്ത് പകരുമോ അത്രത്തോളം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.